അനന്തകൃഷ്ണൻ കൂടി നമുക്കുണ്ട്. അനന്തൻ പുറത്തു കൊണ്ടുവന്ന ഈ ഞെട്ടിക്കുന്ന വാർത്ത അതിൻ്റെ ഡയമെൻഷനാകെ മാറി. ആദ്യം വാർത്ത വന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ആ കേസ് ഒതുക്കി തീർത്തു എന്ന തരത്തിലുള്ള സംശയങ്ങൾ. പക്ഷേ അനവധി പ്രതികരണങ്ങൾ. ഇപ്പോൾ അദ്ദേഹം തള്ളിപ്പറഞ്ഞ ഏതോ ഒരു KCയുടെ തൊപ്പിവെച്ച സദ്ദാമേ ദാസ് എന്ന കോച്ചടക്കമുള്ള ആളുകൾ മറ്റാർക്കെങ്കിലും പരാതിയുണ്ടോ എന്ന് കേരളത്തിലാകെ ഓടി നടന്ന് തിരക്കുന്നുവെന്ന്. അദ്ദേഹം ഈ KCയുടെ കോച്ചല്ല എന്നൊക്കെയാണ് പറയുന്നത്. അതല്ലാതെ മറ്റൊരു കളിക്കാരൻ്റെ പ്രതികരണം നേരത്തെ കഴിഞ്ഞ ദിവസം അനന്തൻ നൽകിയിരുന്നല്ലോ. അന്ന് ഈ പരാതി ഉണ്ടായപ്പോൾ എന്തായിരുന്നു അവിടുത്തെ സാഹചര്യം? എത്ര ആളുകൾ ആ പരാതിക്കാരിയെ പിന്തുണയ്ക്കാനെത്തി? ആ പരാതിക്കാരിയെ പിന്തുണച്ച ആളുകൾക്ക് പിന്നീട് ഒരിടത്തും കളിക്കാനുള്ള പെർമിഷൻ പോലും ഉണ്ടായില്ല എന്ന KCയിലെ സ്ഥിതിയടക്കം അനന്തൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. ഈ പറയുന്നതിലെ വസ്തുത എന്താണ്? കൂടുതൽ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഇവർ ശ്രമം നടത്തുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? KCയുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥതയുള്ള പ്രതികരണങ്ങളാണോ വരുന്നത്? രതീഷ്, ഈ 6 പോക്സോ കേസാണ് രജിസ്റ്റർ ചെയ്തത്. അതിനപ്പുറം തിരുവനന്തപുരത്ത് മനുവുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി പേർ പരാതി പറയാനിരിക്കുന്നു, അല്ലെങ്കിൽ അവർ ഭയം കൊണ്ട് പരാതി പറയാത്തതാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഉണ്ട്. അതിനൊപ്പം തന്നെ മറ്റ് ജില്ലകളിലും സമാനമായ രീതിയിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഉള്ള ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരൊക്കെ പല രീതിയിൽ ഇത്തരം അല്ലെങ്കിൽ ഇതിനകത്തെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് പോകാൻ KC തയ്യാറായിരിക്കുന്നത് എന്നുകൂടി എടുത്തു പറയേണ്ടി വരും. അതല്ലായിരുന്നുവെങ്കിൽ ഇത് ഒരുപക്ഷെ നേരത്തെ സംഭവിച്ചതുപോലെ ഇതങ്ങ് ഒതുങ്ങി പോകുമായിരുന്നു. പക്ഷേ ഈ വാർത്തകൾ ഇത്രത്തോളം വരികയും മാതൃഭൂമി ന്യൂസ് ഇത്ര ശക്തമായ ഇതൊരു നിലപാടെടുത്ത് ഈ രക്ഷിതാക്കൾക്കൊക്കെ പിന്തുണ നൽകി അല്ലെങ്കിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. അതിന് പിന്നാലെ ഇപ്പോൾ എന്തായാലും KCA ഇതിനകത്ത് ചില കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അതായത് തിരുവനന്തപുരത്ത് മാത്രമല്ല മുഴുവൻ ജില്ലകളിലെയും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ കുട്ടികൾക്കടക്കം കോച്ചുമാർക്കടക്കം കൗൺസിലിംഗ് നൽകുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ വിവരം ശേഖരിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിന്റെ ഒരു അന്വേഷണത്തിലേക്കാണ് KC ഇപ്പോൾ പോകാൻ ശ്രമിക്കുന്നത് എന്നാണ് ഭാരവാഹികളുടെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല കുട്ടികൾക്കടക്കം സ്ഥിരമായ കൗൺസിലിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്കൊക്കെ KC പോവുകയാണ്. ഒരുപക്ഷെ ഇത്രയധികം പെൺകുട്ടികൾ പരിശീലനത്തിനെത്തുന്ന KCയിലൊക്കെ ഇത് നേരത്തെ തന്നെ സജ്ജമാക്കേണ്ടിയിരുന്നതാണ്. ഒരുപക്ഷെ 2022 ഒരു പരിശീലകനെതിരെ ഒരു പരാതി ഉയരുമ്പോൾ, ഒരു ലൈംഗിക പരാതി ഉയരുമ്പോൾ അന്ന് തന്നെ ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അതിന്റെ ഫലമാണ് പിന്നീട് അനുഭവിക്കേണ്ടി വന്നത്. ഏതായാലും ഇപ്പോൾ ഈ വാർത്തകൾ വന്നതിന് ശേഷം ഇപ്പോൾ KC ഒരു ശുദ്ധീകരണത്തിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി KC എന്തൊക്കെയാണ് കണ്ടെത്താൻ പോകുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുക, അതിന്റെ ഫലം എന്താകുമെന്നൊക്കെ ഉള്ളത് ഇനി കാത്തിരുന്ന് കാണാൻ. ഈ കായിക സംവിധാനങ്ങൾ അസോസിയേഷനുകളെല്ലാം 2, 3, 4 ചേരികളാണ്. അവിടെ അധികാരം പിടിക്കാനുള്ള കിടമത്സരമാണ് നമ്മൾ ദീർഘകാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത്.